നന്മ ചെയ്യുന്നതിൽ നിങ്ങൾ തീഷ്ണതയുള്ളവരാണെങ്കിൽ നിങ്ങളെ ഉപദ്രവിക്കാൻ ആർക്ക് കഴിയും? 1 പത്രോസ് 3:13. ഗുഡ്നസ് ടിവിയുടെ ഗിഫ്റ്റ് ഓഫ് ഗോഡിൻ്റെ എപ്പിസോഡിലേക്ക് ഒരിക്കൽ കൂടി എല്ലാ പ്രേക്ഷകർക്കും ഏറ്റവും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പമുള്ളത് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്ന അതിഥികൾ തന്നെയാണ്. നെൽസണും സുജിയും 4 കുട്ടികളുമാണ്. അവരുടെ വിശേഷങ്ങളിലേക്ക് ഒരിക്കൽ കൂടി എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. സ്തുതിയായിരിക്കട്ടെ. കഴിഞ്ഞ എപ്പിസോഡിൽ കോയമ്പത്തൂർ വിശേഷങ്ങളൊക്കെ ഞാൻ ഒരുപാട് കേട്ടു. ഈ എപ്പിസോഡിൽ നമുക്ക് തുടരണം. വിശേഷങ്ങൾ തുടരാം. റെഡിയല്ലേ? വീട്ടിലെ പ്രാർത്ഥനയുടെ സമയത്തെ ആ ഒരു സന്തോഷത്തെ കുറിച്ചൊക്കെ ഒന്ന് പറയാമോ? ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥന എന്ന് പറയുന്നത് വൈകുന്നേരം ഒരു 9 മണിക്ക് കടയൊക്കെ അടച്ചതിന് ശേഷം വന്നതിന് ശേഷം തുടങ്ങുന്നതാണ്. ഒരു 9:30 9:45 ആവും തുടങ്ങുമ്പോൾ. പിന്നെ ഞങ്ങൾ ഒരു 3/4 മണിക്കൂർ അരമണിക്കൂറിന് മേലെ ഞങ്ങൾ വർത്തമാനം പറയും. ഗ്യാതറിങ് ഓഫ് ഞങ്ങളുടെ ഫാമിലിയിൽ അങ്ങനെ എല്ലാവരും വർത്തമാനം പറയും. അവരവരുടേതായിട്ടുള്ള ഒരു ചിന്തകളൊക്കെ പറയും. അങ്ങനെ കോളേജിൽ നടന്നത്, തമാശകൾ, ആദ്യമായിട്ട് കുറച്ച് കോമഡി ആയിട്ട് തന്നെ ആദ്യം പോകുള്ളൂ. പ്രാർത്ഥനയുടെ സമയമെന്ന് പറയുമ്പോൾ അതിൽ നിന്ന് തുടങ്ങണേന്. പക്ഷെ അതേ സമയത്ത് നമ്മുടെ എല്ലാ ഫാമിലിയുടെ എല്ലാവരുടെയും ഷെയറിങ് ഉണ്ടാകും. ആദ്യം ഷെയറിങ് നടന്നിട്ട് പ്രാർത്ഥന പെട്ടെന്ന് കുറവാക്കിയെന്നെങ്കിലും പിന്നെ ഒരു പാട്ടും അവരവരുടേതായിട്ടുള്ള എക്സ്പീരിയൻസ് ഒക്കെ എടുത്ത് പറയണതും, എൻ്റെ ഷെയറിങ് ഏതെങ്കിലും പറയാം, ഇന്ന് എനിക്ക് ഇവിടെ ഈ കസ്റ്റമർ ഇങ്ങനെ പറഞ്ഞു അതെന്നൊക്കെ വന്ന് സീരിയെടുത്ത് പറയാനും, ആ മൊത്തത്തിൽ ഒരു ഷെയറിങ് ഉള്ള ഒരു സമയം ആ പ്രാർത്ഥനയുടെ സമയമായിട്ട് ഉപയോഗിക്കുന്നത് ഞങ്ങൾ. അതിനുശേഷം ഉടനെ ഞങ്ങൾ ഒരു ജപമാല, ഒരു പാട്ടും പാടി ഒരു ജപമാല തുടങ്ങും. വേഗം തന്നെ ജപമാല തീരുമ്പോൾ ഒരു 11 o'clock ആകും. നിയർ ബൈ ഞങ്ങൾ ബെഡിൽ പോകുമ്പോൾ ഒരു 11 o'clock ആകും. അതുപോലെ ഒരു ചിലപ്പോൾ സമയം പോണതേ അറിയില്ല. 11:15 11:30 ആകുമ്പോൾ അയ്യോ സമയം ആയി എന്ന് പറഞ്ഞിട്ട് ധൃതിയായിട്ട് പോയി കിടക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കുള്ളൂ. മാക്സിമം ഷെയറിങ് അതിനുശേഷം അതോടുകൂടി ചേർന്നുള്ള പ്രാർത്ഥനയായിരിക്കും ഞങ്ങളുടെ പ്രാർത്ഥന രീതി. ശരിക്കും നിങ്ങളിങ്ങനെ പറയുമ്പോൾ സത്യത്തിൽ ഇത് കേൾക്കുന്ന എത്ര പ്രേക്ഷകർക്ക് കൊതിയാകുന്നുണ്ടാവുമെന്നറിയോ? കാരണം സമയം ഇങ്ങനെ 9 തുടങ്ങി നമ്മുടെ കുടുംബത്തിലെ
ഏറ്റവും അത്യാവശ്യം വേണ്ട ഒരു കാര്യമാണ് ഈ ഷെയറിംഗ് എന്ന് പറയുന്നത്. കാരണം ആർക്കും അതിന് സമയമില്ല എന്നുള്ളതാണ്, അങ്ങനത്തെ ഒരു രീതിയാണ്. കേരളത്തിൻ്റെ പ്രത്യേകത അങ്ങനെയൊക്കെ ആട്ടോ. ഇനി നിങ്ങൾ തമിഴ്നാട്ടിൽ ഉള്ള പ്രത്യേകതയാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും അതാണ് കുടുംബത്തെ മുൻപോട്ട് കൊണ്ടുപോകുന്ന ഏറ്റവും പോസിറ്റീവായ കാര്യം. ജപമാലയും പ്രാർത്ഥനയൊക്കെ ആയിട്ട് എല്ലാവരും എല്ലാ വിശേഷങ്ങളൊക്കെ പറയും. അപ്പോൾ നല്ലൊരു ബോണ്ടിങ് ഉണ്ടെന്നുള്ളത് ഉറപ്പാണ് അല്ലേ? നിങ്ങളെ മാതാപിതാക്കളും മക്കളും ഒക്കെ തമ്മിൽ ഭയങ്കര ഫ്രീ ആണ്, എന്തും ഷെയർ ചെയ്യാനുള്ള ഒരു അവസരമൊക്കെ ഉണ്ട്. അതിനെക്കുറിച്ച് അമ്മയോട് ചോദിക്കട്ടെ. ഈ ഫോട്ടോഗ്രാഫിയിൽ വളരെ സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ കാര്യമാണ് ചെയ്യുന്നത് എന്നോട് പറഞ്ഞിരുന്നു. അതെന്താണെന്നും കൂടെ പറയണം. എനിക്ക് ബേബീസിന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ബേബി ഫോട്ടോഗ്രാഫി ഇപ്പോൾ വരുന്ന ഇതിൽ ട്രെൻഡിങ് നന്നായിട്ട് പോകുന്നുണ്ട്. എന്താ ഈ ബേബി ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞാൽ എന്താ ശരിക്കും? ബേബി ഫോട്ടോഗ്രാഫി ജനിച്ച് ഒരു 15 ദിവസം 20 ദിവസമായ കുട്ടികളെ നമ്മളതിന് റാപ്പിംഗ് ചെയ്ത് നമ്മൾ എടുക്കുന്നതാണ് ബേബി ഫോട്ടോഗ്രാഫി. അപ്പോൾ അതിലൊത്തിരി എന്താ പറയുക, ഭയങ്കര ഒരു ലവാണ്. അപ്പോൾ അതുകൊണ്ട് അതിനോട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നു, ബേബി ഫോട്ടോഗ്രാഫി ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഒരു പ്രത്യേക ഒരു സന്തോഷം ഉണ്ടാവും. അത് ഓരോ കുഞ്ഞിനെയും കയ്യിൽ കിട്ടുമ്പോൾ ദൈവത്തിൻ്റെ ഒരു വലിയ സമ്മാനമാണല്ലോ ഇത്, ഓരോ കുഞ്ഞിനും കിട്ടുന്നത്. അപ്പോൾ അത് കിട്ടുന്ന കുഞ്ഞുങ്ങളെ ഞാൻ ആദ്യം ബ്ലെസ് ചെയ്തിട്ട് ആ കുട്ടിയുടെ ഫോട്ടോഗ്രാഫി കാര്യങ്ങൾ ചെയ്യും. അപ്പോൾ എൻ്റെ കയ്യിൽ കിട്ടി, ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചൊക്കെ ചെയ്യുമ്പോൾ അത് എല്ലാം നല്ല ഫോട്ടോഗ്രാഫി ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ അത് ദൈവത്തിൻ്റെ കയ്യിലാണ്. ഞാൻ ഓരോ തവണയും പോകുമ്പോൾ ഞാൻ പറയും, എനിക്കൊന്നും അറിയില്ല ചേട്ടാ ഈശോയെ, ഒരു കുഞ്ഞു കൊച്ചിനെ എടുക്കാൻ പോകുന്നു, ഈശോ എന്നിലൂടെ പ്രവർത്തിക്കണേന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ചെയ്യുക. അപ്പോൾ അതെല്ലാം നന്നായിട്ട് ദൈവം പ്രവർത്തിച്ച് തരും എൻ്റെ കയ്യിലേക്ക്. അമ്മയുടെയും അപ്പായുടെയൊക്കെ ഫോട്ടോസിനൊക്കെ നിങ്ങൾ കമന്റ് ചെയ്യാറുണ്ടോ? സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. ചോദിക്കട്ടെ ഞാൻ, അല്ല ചോദിക്കട്ടെ. ഞങ്ങളും ഫോട്ടോഗ്രാഫി പോകുമ്പോൾ മാറ്റി മാറ്റി ഞങ്ങൾ പോവാറുണ്ട്. ഞങ്ങൾ അമ്മ ഏതെങ്കിലും ബേബി ഫോട്ടോസിന് പോകുമ്പോൾ ഞങ്ങളും കൂടെ പോവാറുണ്ട്, ഞാനും ചേച്ചിയും കൂടെ. എങ്ങനെയാണ് അമ്മയുടെ ഒരു ക്രിയേറ്റിവിറ്റിയെ പറ്റി മോളോട് ചോദിക്കട്ടെ. കുറേ ഇതിൻ്റെ ക്ലാസ്സസ് ഒക്കെ കൂടും. ഇടയ്ക്ക് ടൈം കിട്ടുമ്പോഴൊക്കെ മമ്മി യൂട്യൂബും ഫേസ്ബുക്കും കുറേ നോക്കി മമ്മി പഠിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ഏത് നേരം ഒരു സമയത്ത് മമ്മിക്ക് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ട് വലുത് ചെയ്യണം എന്നുള്ള ഭയങ്കര ക്രിയേറ്റിവിറ്റിയാണ്. സോ ഇടയ്ക്ക് ട്വിൻസ് ഒക്കെ വരും, ട്വിൻസ് കുട്ടികളൊക്കെ വരും. ആ സമയത്ത് ഞാൻ അമ്മയോട് ചോദിക്കും, ഞാൻ കൂടെ വരട്ടെ എന്ന് ചോദിച്ചിട്ട് ഞാൻ മമ്മിക്ക് സഹായിക്കണം എന്ന് പറഞ്ഞിട്ട് പേരിന് പോകും. പക്ഷേ ഞാൻ കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കും. പിന്നെ മമ്മിക്ക് ഹെൽപ്പ് ചെയ്യാനും റാപ്പിങ്ങിനൊക്കെ ഹെൽപ്പ് ചെയ്യാനും ഫോട്ടോ എടുക്കാനും സഹായിക്കാറുണ്ട്. എനിക്ക് ഭയങ്കര ഒരു പ്രൗഡ് ഫീലിംഗ് തോന്നുന്നത് എന്താണെന്നറിയോ, ഒരു അമ്മയുടെ പ്രൊഫഷനിൽ എക്സൽ ചെയ്യാൻ മക്കൾ ഇങ്ങനെ കൂടെ നിൽക്കുന്നു എന്നുള്ളതാണ്. ശരിക്കും ഒരു പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർ ഒന്നും അല്ലായിരുന്നു സിജി. ശരിക്കും നമ്മൾ കണ്ടുപിടിക്കേണ്ട കാര്യമാണ്. പലരും നേരെ തിരിച്ചാണ് പറയുക, മക്കളൊക്കെ വന്നു കഴിയുമ്പോൾ ഉള്ള പ്രൊഫഷനും കൂടെ നമ്മൾ കട്ട് ചെയ്ത്, അല്ലെങ്കിൽ നമുക്ക് സമയമില്ല, നമുക്ക് വേണ്ടാന്നും പറഞ്ഞ് അങ്ങനെ പോകുന്ന പല സ്ത്രീകളെയും കണ്ടിട്ടുണ്ട്. പക്ഷെ അപ്പോഴാണ് മക്കളുടെ ഒരു സപ്പോർട്ട് ഭയങ്കരമായിട്ട് സിജിക്ക് കിട്ടുന്നു എന്നുള്ളതിൽ നിങ്ങളെ പറ്റി ഒത്തിരി അഭിമാനിക്കുന്നു കേട്ടോ. പ്രൗഡ് ഫീലിംഗ് അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്. പിന്നെ വന്ന് അവരുടെ കോളേജിലെ ഈവൻസിനൊക്കെ ഫോട്ടോ എടുക്കാൻ വേണ്ടി ക്യാമറ എടുത്തിട്ട് പോവുകയും ചെയ്യും. സോഫി ചെയ്യും. അത് ശരിക്കും നിങ്ങൾ അതൊരു കുടുംബത്തിൻ്റെതായിട്ട് ആ ഒരു കാര്യം കൊണ്ടുപോകുന്നുണ്ട്. ഒരു വ്യാഴവട്ടക്കാലം ഗുഡ്നസ് ടിവിയോടൊപ്പം സഞ്ചരിച്ച പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുൻപിൽ അഭിമാനത്തോടെ സമർപ്പിക്കുന്നു, ഗുഡ്നസ് ടിവി ഇനി മുതൽ OTT പ്ലാറ്റ്ഫോമിൽ ലഭ്യമാകുന്നു. OTT പ്ലാറ്റ്ഫോമായ റുക്കു ബോക്സിൽ ഗുഡ്നസ് ടെലിവിഷൻ ലഭ്യമാകുന്നു. ഗുഡ്നസ്, സ്റ്റേ വിത്ത് ഗോഡ്. ഞാൻ ഇനി ചോദിക്കുന്ന സാറിന്, കേരളത്തിൽ ജീവിക്കാനാണോ തമിഴ്നാട്ടിൽ ജീവിക്കാനാണോ കൂടുതൽ എളുപ്പം എന്ന് എനിക്കറിയില്ല. പലപ്പോഴും ഇവിടെ നിന്നുള്ളവരൊക്കെ പറയാറുണ്ട് കോയമ്പത്തൂർ പല കാര്യങ്ങൾക്കും വില കുറവാണ്, കുറച്ചുകൂടെ ഈസിയാണ് ലൈഫ് എന്നൊക്കെ പറയാറുണ്ട്. ശരിയാണോ അത്? അങ്ങനെയുണ്ടോ? കോയമ്പത്തൂരിൽ ചില ഇലക്ട്രിക്കൽ സാധനം, അത് ചില മോട്ടേഴ്സ്, അവിടെ പ്രൊഡക്ഷൻ ചെയ്യുന്ന സാധനങ്ങളും ചീപ്പായിരിക്കും. മറ്റേതെല്ലാം ഇവിടെയും അവിടെയും എല്ലാം ഒരുപോലെ തന്നെ. വേറെ ഒന്നും പറയാനില്ല. അപ്പം ഞാനത് കണക്ട് ചെയ്യാൻ ആഗ്രഹിച്ചത്, നമുക്ക് എന്തായാലും ഒരു വലിയ ഫാമിലിയാണ്. ഇവരെല്ലാവരും പ്രൊഫഷണൽ കോഴ്സുകളൊക്കെ അല്ലാതെ കോളേജിലൊക്കെ ആയിട്ട് പഠിച്ച് തുടങ്ങുന്നു. നിങ്ങളുടെ ഒരു ഫിനാൻഷ്യൽ മാനേജ്മെന്റിനെ കുറിച്ച് ഞങ്ങൾക്കൊന്ന് കേൾക്കാനുള്ള ഒരു ആഗ്രഹം കൊണ്ട് ചോദിച്ചതാണ്. എല്ലാം ഭംഗിയായി നടത്തുന്നു എന്ന ഒറ്റ വാക്കിലല്ലാതെ എങ്ങനെയാണ്? സ്റ്റാർട്ടിങ് വന്ന് ഞാൻ ആദ്യം ഉണ്ടായിരുന്നപ്പോൾ നല്ല ഒരു സിറ്റുവേഷനിലായിരുന്നു, നല്ല ക്യാമറയൊക്കെ വെച്ചിട്ട് നല്ല സിറ്റുവേഷനിലായിരുന്നു. 20 ആൾക്കാർ ജോലിക്കൊക്കെ വെച്ചിട്ട് വലിയ വീഡിയോ യൂണിറ്റ്, മിക്സിംഗ് യൂണിറ്റ് എന്നൊക്കെ വെച്ചിട്ട് കുറേ നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. പക്ഷേ എന്നാലും സാമ്പത്തികമായിട്ട് ഒരു വലിയ വളർച്ച ഒന്നും ഉണ്ടായിരുന്നില്ല. ആദ്യം ഒരു മോളായിരുന്നു, പിന്നെ മോൻ വന്ന്,
അങ്ങനെ എൻ്റെ ജീവിതം അങ്ങനെ പോയിക്കൊണ്ട് തന്നെ ഉണ്ടായിരുന്നു. വലിയ ഇടയ്ക്ക് ക്യാമറയുടെ തെഫ്റ്റൊക്കെ ആയി, എനിക്കൊരു ക്യാമറ തെഫ്റ്റായി. അപ്പോൾ ആ ഒരു വളരെ സങ്കടത്തിലുണ്ടായിരുന്നപ്പോഴാണ് ഞാൻ ഈ ദൈവ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നത്. അവർ എൻ്റെ മനസ്സൊക്കെ വലിയ വെപ്രാളത്തിലുണ്ടായിരുന്നപ്പോഴാണ് ഞാൻ ദൈവ ശുശ്രൂഷയിൽ ജസ്റ്റ് അന്ന് ക്യാമറയൊക്കെ പോയ ആ ഒരു സമയത്താണ്, അതായത് കളവ് പോയ ആ സമയത്തിലാണ് ഞാൻ വന്ന് അച്ഛൻ്റെ അടുത്ത് വന്ന് ബ്ലെസ്സിങ് ചോദിക്കാൻ വേണ്ടി നിന്നപ്പോഴാണ്. ആൻഡോ കണ്ണമ്പുഴ അച്ഛനായിരുന്നു അപ്പോൾ അവിടുത്തെ ഡയറക്ടർ. അപ്പോൾ ആ അച്ഛൻ്റെ അടുത്ത് ബ്ലെസ്സിങ് ചോദിക്കാൻ വേണ്ടി വന്നപ്പോഴാണ് അവിടെ വന്ന് ട്രാൻസ്ലേഷൻ അവിടെ ആളില്ല എന്നുള്ള ഒരു വാക്ക് നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ ചെയ്യട്ടെ അച്ഛാന്ന് ഞാനായിട്ട് വോളണ്ടിയറായിട്ട് ചോദിക്കാൻ. അതങ്ങനെ ആ ശുശ്രൂഷ, അപ്പോൾ അവിടുന്ന് ദൈവ ശുശ്രൂഷ തുടങ്ങിയപ്പോൾ പിന്നെയാണ് എനിക്ക് മൂന്നാമത്തെ കൊച്ചിന് മേലെയും അതിന് ആദ്യം തന്നെ ഉണ്ടായിരുന്നു, ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നെങ്കിലും കൂടുതലായിട്ട് അധികം താല്പര്യം വന്നതും ദൈവരാജ്യത്തിനെ പറ്റി മനസ്സിലാക്കാൻ പറ്റിയതും ആ സമയങ്ങളിലാണ് എനിക്ക് അധികമായിട്ട് വളർന്നത്. പിന്നെ ദൈവ ശുശ്രൂഷയിൽ വന്നപ്പോഴാണ് എനിക്ക് അധികമായിട്ട് വളരാൻ തുടങ്ങിയതും, പിന്നെ ഇനി ഒരു കൊച്ചിന് ഞങ്ങൾ ജന്മം കൊടുക്കാൻ തുടങ്ങിയതും, പിന്നെ അതിനടുത്തതും ഞങ്ങൾ ജന്മം കൊടുക്കാൻ ഒരു ആഗ്രഹം വന്നത് ദൈവ ശുശ്രൂഷയിലേക്ക് വന്നതിന് ശേഷമാണ്. ആദ്യം ഞങ്ങൾക്ക് അങ്ങനെ ഒരു സിജിയുടെ ആഗ്രഹം ഉണ്ടെന്നെങ്കിലും ഞാൻ 7 പേരുടെ ഇത് ആയ കാരണം ഓക്കെ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. എങ്ങനെ വളർത്തുന്നത്, ഒരാളെ പഠിപ്പിക്കാനേ വലിയ പാടാണെന്നൊക്കെ വിചാരിച്ചിട്ടുള്ളത്. പിന്നെ ദൈവം ഇപ്പം എനിക്ക് 4 പേര് കൊടുത്തപ്പോൾ അതിനേക്കാളും 20 ആൾക്കാരില്ല. ഇപ്പം ഞങ്ങളുടെ കുടുംബം മാത്രം തന്നെ ഞങ്ങളുടെ സ്റ്റുഡിയോവും എൻ്റെ ജോലിയൊക്കെ നടത്തിയിട്ട് പോയിക്കൊണ്ടിരുന്നെങ്കിൽ അന്നത്തെക്കാളും ഇന്ന് എനിക്ക് സാമ്പത്തികമായിട്ട് വളരെ വളർച്ചയാണുള്ളത്. എനിക്ക് ഏത് ഫീസ് കൊടുക്കാനോ ഏതിനും ഒരു ബുദ്ധിമുട്ടൊന്നും എനിക്ക് ദൈവം എനിക്ക് കാണിച്ചു തന്നിട്ടില്ല. ആ ഒരു രീതിയിൽ അങ്ങനെ എന്നെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നതാണ്. ശരിക്കും അതൊരു മാജിക്കാണ്, അത് അനുഭവിച്ചവർക്കേ അറിയത്തുള്ളൂ. എല്ലാവർക്കും ആർക്കും അതൊരു ക്വസ്റ്റ്യൻ മാർക്കാണ് ഇത് എങ്ങനെ നടക്കുന്നു എന്നുള്ളത്. പക്ഷെ അനുഭവിച്ചറിയുന്നവർക്ക് അതൊരു വലിയൊരു ഗ്രേസ്ഫുൾ സംഗതി തന്നെയാണ്. ശരിയല്ലേ? അല്ലെ, ഓരോന്ന് ഘട്ടം ഘട്ടമായിട്ട് പോകുമ്പം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു വലിയ ഉയർച്ച. സിജി എങ്ങനെയാണ് ഈ ഒരു കാര്യത്തെ ഒന്ന് കോംപ്ലിമെന്റ് ചെയ്യുന്നത്? ഇല്ല, ഫൈനാൻഷ്യൽ എന്ന് പറഞ്ഞിട്ട് ഒരു ബുദ്ധിമുട്ടെന്നുള്ളത് ദൈവം ഞങ്ങൾക്ക് ഒരിക്കലും അങ്ങനെ തന്നിട്ടില്ല. അധികം നമ്മൾ ഉള്ളത് കൊണ്ട് തൃപ്തരാകുന്നത് അല്ല, എന്താ പറയുക, ഇപ്പോൾ ഫീസ് കെട്ടേണ്ട സമയം എനിക്ക് ഫോണിൽ ഇങ്ങനെ മെസ്സേജ് വരും. അപ്പം ഞാനിങ്ങനെ നോക്കി ഇരിക്കലേ തന്നെ നെൽസേട്ടനും അവിടെ ഫോൺ വരും. നെൽസ, നിനക്കുള്ള ചെക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്, വന്ന് മേടിച്ചോ. ഇതേപോലത്തെ അനുഭവം പല തവണയായി എനിക്ക് ഉണ്ടായിട്ടുള്ളത്. നമ്മൾ പൈസ എങ്ങനെ ഉണ്ടാകുമെന്ന് ആലോചിക്കാൻ ഞാൻ ചിന്തിക്കേണ്ട വരുന്നില്ല. ഫീസിൻ്റെ സമയം ഇങ്ങനെ മെസ്സേജ് വരും. അത് ഞാനിങ്ങനെ വായിച്ചു കഴിഞ്ഞ് ഞാനൊരു 5 മിനിറ്റ് ആകുമ്പോഴേക്കായിരിക്കും നെൽസേട്ടൻ അപ്പം തന്നെ, ഞാൻ അവിടെ അടുത്ത് തന്നെ ഉണ്ടാകും സ്റ്റുഡിയോയിൽ. അപ്പോൾ കോൾ വരും, നെൽസ നിനക്കുള്ള ചെക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്, വന്ന് മേടിച്ചോ. അങ്ങനെ പല തവണയും അങ്ങനത്തെ ഒരു സാഹചര്യങ്ങൾ ഞങ്ങൾക്കിങ്ങനെ. അപ്പോൾ ഞങ്ങൾക്ക് എന്താ പറയുക, റോമ 8:28 ദൈവത്തെ സ്നേഹിക്കുന്നവർ അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെടും, അവിടുന്ന് സകലതും നന്മയ്ക്കായി പറഞ്ഞു. അപ്പോൾ എല്ലാം നന്മയ്ക്കായിട്ട് ഞങ്ങൾക്ക് ദൈവത്തെ സ്നേഹിക്കാൻ നമുക്ക് എന്താ പറയുക, എല്ലാം ദൈവം കണ്ടറിഞ്ഞ് എല്ലാം നമുക്ക് ആ സമയത്തിന് വഴി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങളായിട്ട് ഒന്നും ദൈവത്തിൻ്റെ അടുത്ത് ചോദിക്കാൻ കൂടി ഞങ്ങൾക്ക് അവിടെ സമയം വരുന്നില്ല, അവസരം തരുന്നില്ല. കൊച്ചു കാര്യങ്ങളിൽ പോലും ദൈവം വലിയ കരുതൽ. എനിക്കത് ബൈബിളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വചനം. എനിക്കത് അത്രയും ലെങ്തി ആയതുകൊണ്ടാണ് സത്യത്തിൽ ആദ്യം പറയാൻ പറ്റാതിരുന്നത്. പക്ഷെ എന്നോട് പറഞ്ഞു എപ്പിസോഡിൽ അത് പറയാം, അത് തമിഴിലൊക്കെ പറയാന്ന് പറഞ്ഞിരുന്നത് നെൽസൺ. അപ്പൊ അതൊന്ന് കേക്കട്ടെ ഞാൻ, അതിന്റെ ഒരു സന്തോഷമൊക്കെ. ഒരു കുഴപ്പമില്ല, നോക്കി തന്നെ പറയണം. കാരണം അത് പെട്ടെന്ന് നല്ലൊരു വചനമായ കാരണം എന്റെ മനസ്സിൽ വളരെ ആകർഷിച്ച ഒരു വചനമായ കാരണം തമിഴിൽ തന്നെ അത് ഞാൻ പറയണേ. തീർച്ചയായിട്ടും. എൻ குடும்பம் இறைவனோடு இணைந்துள்ளதன்றோ அனைத்திலும் திட்டமிட்டு உறுதியாக்கப்பட்டு என்றும் நிலைக்கும் உடன்படிக்கையை அவர் என்னோடு செய்து கொண்டார். என் அனைத்து மீட்பும் വിരുപ്പവും അവരാൽ ഉയർവ് പെറാതോ. എൻ്റെ എല്ലാ രക്ഷയും അവരിൽ ദൈവത്തിൽ നിന്നാണ് എനിക്ക് വളർച്ച അടയുന്നത് എന്നുള്ള ഒരു വചനമാണത്. 2 സാമുവേൽ 23:5. മലയാളം കൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? മലയാളം അത് പറയും, എൻ്റെ കുടുംബം ദൈവത്തോട് ചേർന്നിരിക്കുന്നു. ഞാൻ അതിൽ ദൈവത്തിൻ്റെ ഉടമ്പടിക്കോട് ചേർന്നിരിക്കുന്ന കാരണം ദൈവം എൻ്റെ എല്ലാ രക്ഷയിലും ശ്രദ്ധയായിരിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ മലയാളം. ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പൊ വീട്ടിലെങ്ങനെയാ, തമിഴാണോ? ബൈബിളൊക്കെ വായിക്കുന്ന തമിഴിലായിരിക്കും അല്ലേ? തമിഴ് സിജി മലയാളത്തിൽ വായിക്കും, മലയാളം വായിക്കും. ഞാൻ തമിഴിൽ വായിക്കും, തമിഴിലും മക്കളൊക്കെ ഇംഗ്ലീഷിലും വായിക്കും.
എല്ലാം മൾട്ടി ലാംഗ്വേജസ് ആയിരിക്കും അവിടെ നമ്മളെ പ്രയർ ടൈമിൽ prayer time. ഓക്കെ, അത് പറഞ്ഞപ്പോഴോർത്ത് നിങ്ങളുടെ ഈ ബൈബിൾ വായന അല്ലെങ്കിൽ പള്ളിയിലെ ആക്ടിവിറ്റീസ്, ലൂർദ് ഫൊറൈൻ ചർച്ചിലെ മെമ്പേഴ്സ് ആണ് നിങ്ങൾ. അവിടുത്തെ നിങ്ങളുടെ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്? ഞങ്ങൾക്ക് പള്ളിയിൽ ഇങ്ങനെ യൂത്ത് മെമ്പേഴ്സ് SMYM ഒക്കെ ഉണ്ട്. ഞങ്ങൾക്ക് ഇടയ്ക്ക് ഇപ്പോൾ ഞങ്ങൾ റീസെൻ്റ് ആയിട്ട് എല്ലാ മാസവും ഒരു സ്പോർട്സ് ഉണ്ടാവും. സ്പോർട്സ് അത് ഞങ്ങളെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ലൈക്ക് നമ്മുടെ ടാലൻറ്റിനെ പുറത്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇറ്റ്സ് എ സ്പോർട്സ് ഈ വർഷം ഫുള്ളായിട്ട് നടക്കുന്നുണ്ട്. ഇപ്പോൾ എനിക്ക് ബാഡ്മിൻ്റൺ ഭയങ്കര ഇഷ്ടമായിരുന്നു. സോ മാർച്ച് മാസം ബാഡ്മിൻ്റൺ നടന്നു. ഒരു മാസം ക്രിക്കറ്റ്, ബാഡ്മിൻ്റൺ, ത്രോ ബോൾ, ഗേൾസിനും ഉണ്ടാവും ബോയ്സിനും ഉണ്ടാവും. സോ ഞങ്ങൾക്ക് വേറെ പള്ളിയിലേക്ക് ആൾക്കാരൊക്കെ അറിയില്ല. ലൈക്ക് ക്രിസ്ത്യൻസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ നമ്മൾ കോളേജോട് അതോടെ തീരും, പള്ളിയിൽ പോവും വരും, അങ്ങനെ മുമ്പ് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ യൂത്തിനെയൊക്കെ കുറച്ച് എല്ലാവരെയും ചേർത്ത് വെക്കണം എന്ന് പറഞ്ഞിട്ട് ഈ വർഷം പുതിയതായി തുടങ്ങിയതാണ്. സോ അതിനോട് കുറേ പേര് എനിക്ക് അറിയാൻ തുടങ്ങി. ലൈക്ക് ഞങ്ങളുടെ ചേർച്ചിലേ വന്ന് കുറേ പേര് എൻ്റെ ഫ്രണ്ട്സായിട്ട് കുറേ പേര് ലൈക്ക് ഈ സ്പോർട്സ് കാരണം വി കെയിം ടു മീറ്റ് അപ്പ്. നന്നായിട്ട് ഇപ്പോൾ ലൈക്ക് ഫ്രണ്ടായിട്ട് ഇപ്പോൾ പഴകിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞങ്ങളുടെ ടാലൻറ്റ് എനിക്ക് ഈ ബാഡ്മിൻ്റൺ എനിക്ക് അറിയാം എന്നുള്ളത് എനിക്ക് അത് കളിക്കുമ്പോഴാണ് എനിക്ക് അറിഞ്ഞ് പള്ളിയിൽ നിന്ന് അവർ കൊണ്ടുവന്നതാണ്. സോ ടാലൻറ്റ് എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഞങ്ങളുടെ SMYM ഇതൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അതായത് നമ്മുടെ യൂത്ത് പൾസ് അറിഞ്ഞ് പെരുമാറുകയാണ് അല്ലെ? ശരിക്കും ഇന്ന് അങ്ങനെ വേണം. അങ്ങനത്തെ ഓരോരോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കുക അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ സംഗതി മാത്രമേ ഉള്ളെങ്കിൽ, പക്ഷെ ഇന്ന് യൂത്തിനെ കയ്യിലെടുക്കണമെങ്കിൽ ഇതെല്ലാം വേണം. അതിലൂടെയൊക്കെ ശരിക്കും തമ്പുരാനോട് ചേർത്ത് നിർത്തുകയാണ് ഈ മക്കളെ ഒക്കെ എല്ലാവരെയും. എന്തായാലും അഭിവന്ദ്യ പിതാവ് നിങ്ങളെക്കുറിച്ച് പറയുന്ന മനോഹരമായ വാക്കുകൾ കേൾക്കാൻ നമുക്കൊന്ന് മോണിറ്ററിലേക്ക് ശ്രദ്ധിക്കാം. വലിയ സന്തോഷത്തോടും അഭിമാനത്തോടും കൂടെ പുതിയൊരു കുടുംബത്തെ ഗുഡ്നസ് TVയുടെ ഗിഫ്റ്റ് ഓഫ് ഗോഡ് പരിപാടിയിലേക്ക് ക്ഷണിക്കുകയും അവരുടെ കുടുംബജീവിതത്തെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുകയാണ്. ദൈവം അവർക്ക് 4 മക്കളെയാണ് കൊടുത്തിരിക്കുന്നത്. ദൈവം തരുന്ന മക്കളെ അവർ സന്തോഷത്തോടെ സ്വീകരിച്ചു. ദൈവത്തിൻ്റെ ദാനമായി ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ഈ മക്കളെ വളർത്തി ദൈവത്തിനും സഭയ്ക്കും സമൂഹത്തിനും കുടുംബത്തിനും ഉതകുന്ന രീതിയിൽ അവരെ വളർത്തി വലുതാക്കാൻ ഈ ദമ്പതികൾ ശ്രമിക്കുന്നു. ഈ ദമ്പതികളുടെ ജീവിതം നമുക്കും പാഠമാണ്, അനുഭവമാണ്. അവരെ നിങ്ങളുടെ മുമ്പിൽ സന്തോഷത്തോടെ പരിചയപ്പെടുത്തുന്നു. ഏതായാലും പിതാവിൻ്റെ വാക്കുകൾ നമ്മൾ കേട്ട് കഴിഞ്ഞു. നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എന്തായാലും നമുക്ക് എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാനുള്ളൊരു സമയമാകുന്നുണ്ട്. എന്താണ് പ്രേക്ഷകരോട് നിങ്ങൾക്ക് പറയാനുള്ളത്? ദൈവം തരുന്ന മക്കളെ സന്തോഷത്തോട് സ്വീകരിക്കാൻ ഒരു മടിയും കാണിക്കാൻ പാടില്ല. കാരണം എനിക്ക് ആദ്യം ഒരു കുട്ടി ഉണ്ടായിട്ട് അബോർഷനായി. ഞങ്ങളുടെ അശ്രദ്ധ കാരണമാണത്. ആക്ച്വലി ഞങ്ങൾ സിജി പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞങ്ങൾക്ക് കല്യാണം കഴിഞ്ഞത്. ആ ഒരു ട്രാവലിങ്ങിലൊക്കെ പോയിട്ട് ഞങ്ങൾ അറിയാതെ അങ്ങനെ ഒരു താല്പര്യമില്ലാതെ ജീവിതം ഉണ്ടായിരുന്നപ്പോഴാണ് ഞങ്ങളുടെ അശ്രദ്ധ കാരണമാണ് ആദ്യം ആ കൊച്ചു പോയത്. പിന്നെ അത് മനസ്സിലാക്കിയത് അപ്പോഴാണ് ഞങ്ങൾക്ക് ആ കൊച്ചിന് എങ്ങനെ ഉണ്ടാകും, ഇത്ര കഷ്ടമാണെന്നുള്ളതെന്നൊക്കെ മനസ്സിലാക്കിയിട്ട് അടുത്തത് സിജി കൺസീവ് ആയപ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി നോക്കുവാനും, ബൈക്കിൽ കൊണ്ടുപോകില്ല, കാറിൽ കൊണ്ടുപോകും, അങ്ങനെ ആ ഒരു പരിപാലനയിൽ എന്നെ കൊണ്ടുവന്ന്. അപ്പം ദൈവത്തിൻ്റെ കുറച്ച് ദിവസം കൊച്ചുണ്ടായിരുന്നില്ല ഇടയ്ക്ക്. അതിനൊരു ധ്യാനമൊക്കെ കൂടിയിട്ടാണ് ഞങ്ങൾക്ക് കൊച്ചുണ്ടാകാൻ തുടങ്ങിയത് ആദ്യം. അപ്പോൾ ആ കൊച്ചിൻ്റെ ദാഹം ഞങ്ങൾക്ക് മനസ്സിലാക്കിയതിന് ശേഷം ദൈവം ഞങ്ങൾക്ക് വാരിക്കൊരി കൊച്ചുങ്ങളെ കൊടുത്ത് ആ ഒരു വലിയ സന്തോഷത്തിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. കാരണം ഏതൊരു കാരണവശാലും പിന്നെ മതി കൊച്ചുങ്ങൾ. ഇപ്പോൾ കല്യാണം കഴിച്ച് ഒരു 6 വർഷം കഴിച്ച് 2 വർഷം കഴിച്ച് അങ്ങനെ പോസ്റ്റ്പോൺ ചെയ്യുന്ന ഒരു രീതി കൊച്ചുങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാകാൻ പാടില്ല. ദൈവം തരുന്ന ദാനത്തിനെ കൈ നീട്ടി സ്വീകരിക്കാൻ മുഴുവൻ മനസ്സ് എല്ലാവരും കാണിക്കണം എന്നുള്ളതാണ് ഞാൻ പ്രേക്ഷകരോട് പറയാനുള്ളത്. നമ്മൾ ഒരുപാട് വിശേഷങ്ങളൊക്കെ പങ്കുവച്ചു. നമ്മുടെ എപ്പിസോഡിൻ്റെ അവസാന ഘട്ടമായി. ഈ ഒരു അവസാന ഭാഗത്ത് നമ്മളെ കാണാനും അനുഗ്രഹിക്കാനുമായി നമ്മുടെ ഗുഡ്നസ് TVയുടെ ചെയർമാൻ റെവറൻഡ് ഫാദർ അലക്സ് ചാലങ്ങാടി അച്ഛൻ എത്തിയിട്ടുണ്ട്. നമുക്ക് ഒത്തിരി സന്തോഷത്തോടെ സ്നേഹത്തോടെ ഈ എപ്പിസോഡിലേക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം.
അലക്സച്ച, സ്നേഹപൂർവ്വം സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ഈ എപ്പിസോഡിൽ ഉണ്ടായിരുന്നവർ കോയമ്പത്തൂരിൽ നിന്ന് എത്തിയിരിക്കുന്നവരാണ്. നെൽസനും സിജിയും 4 മക്കളും. അവരോട് എന്താണ് പറയാനുള്ളത്? നെൽസനെയും സിജിയെയും മക്കളെയും പ്രത്യേകമായിട്ട് ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയാണ്. നെൽസനും സിജിയും വർഷങ്ങളായിട്ട് ജനിച്ചത് തന്നെ കോയമ്പത്തൂരിലാണ്. മലയാളം അത്ര വശമല്ല എങ്കിലും വളരെ മനോഹരമായി അവരിവിടെ സംസാരിച്ചു. വർഷങ്ങളായിട്ട് കോയമ്പത്തൂരാണ്. ഇവിടെ വന്നതിന് പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ്. ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് മക്കളെ എല്ലാവരെയും കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. നന്നായി പഠിക്കുവാനുള്ള കൃപാവരം ഈ മക്കൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നെൽസൺ ദൈവ ശുശ്രൂഷയിൽ പങ്കുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. കോയമ്പത്തൂരിലുള്ള വിൻസെൻഷ്യൻ ധ്യാന ഇല്ലം എന്ന ധ്യാന കേന്ദ്രത്തിൽ മലയാളത്തിൽ നിന്ന് തമിഴിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ട് നെൽസൺ ദൈവ വചന ശുശ്രൂഷയിൽ തീക്ഷ്ണമായി പങ്കുപറ്റുകയാണ്. ഈ അവസരത്തിൽ ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ ശുശ്രൂഷയിൽ പങ്കുകൊള്ളുമ്പോൾ ദൈവത്തിൻ്റെ കൃപ തീർച്ചയായും നിങ്ങളുടെ കുടുംബത്തിലേക്ക് കൂടുതലായി കടന്നു വരും. ദൈവത്തിൻ്റെ കൃപ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ അവസരത്തിൽ ഗുഡ്നസ് ടിവിയുടെ എല്ലാ പ്രേക്ഷകരുടെ പേരിലും എല്ലാവിധ അഭിനന്ദനങ്ങളും പ്രാർത്ഥനകളും മംഗളങ്ങളും ഒത്തിരി സ്നേഹത്തോടെ ആശംസിക്കുന്നു. ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും ഗുഡ്നസ് ടിവിയുടെ ഒരു കൊച്ചു സമ്മാനമുണ്ട്. നമുക്കത് സന്തോഷപൂർവ്വം അച്ഛനിൽ നിന്ന് സ്വീകരിക്കാം. ദൈവവചനത്തിൽ അധിഷ്ഠിതമായി ജീവിക്കുന്ന ഒരു കുടുംബത്തിൻ്റെ ദൈവാനുഭവത്തിൻ്റെ കഥകളാണ് ഈ എപ്പിസോഡിൽ നമ്മൾ കണ്ടതും കേട്ടതുമെല്ലാം. ഇവരെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ പുതിയ അതിഥികളുമായി നമുക്ക് കാണാം. ഗുഡ്നസ് ടിവിയുടെ ഗിഫ്റ്റ് ഓഫ് ഗോഡിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത എപ്പിസോഡിൽ പുതിയ അതിഥികളും പുതിയ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.